മുതൽ നമുക്ക് ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ ഹീസ് ബിക്കം സച്ച് എ പാർട്ട് ഓഫ് ആർ ലൈഫ്സ് അല്ലേ? അത്രയും വലിയ ഒരു നടൻ നമ്മളുടെ സിനിമയിൽ വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ? അത് മാത്രമല്ല ആ ഫിലിം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുമ്പോൾ ഒരു നമുക്ക് ആക്ച്വലി സക്സസ് തുടങ്ങിയിട്ട് നമുക്ക് ജോയിൻ ചെയ്തത് തൊട്ടുണ്ട് ഈ സക്സസ്. Ladies and gentlemen, for us to welcome the reason behind the success, the X Factor. Let's give it up for the one and only നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. Walter is here in the house. Welcome back. Welcome back. Welcome back. Can we stand up and give them a round of applause? Chatta Pacha. The ring of rowdies. ചില്ലല്ലേ അതൊരു വലിയ കഥയാണ്. പറഞ്ഞു തുടങ്ങിയ ഒരു 10-30 കൊല്ലത്തെ ചരിത്രം പറയും. The Q Studio presents the X Factor Chatta Pacha Success Party powered by Joy Alucas, our strength partner Kenza TMT Steel Bars. Mമ്മൂക്ക joined the team and then എല്ലാം മാറി. റോസ മാറി സംസാരിക്കണം. റോസയ്ക്ക് എന്താ പറയണ്ടേ? റോസമ്മ വേണ്ടല്ലോ. റോസ എന്താ പറയാനുള്ളത്? മമ്മൂക്ക വരണേക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പ്രേമയുഗം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക വന്നപ്പോൾ ഞാൻ ആകെ എൻ്റെ കിള്ളി പോയി. ഇതെന്താ അപ്പോൾ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ തിയേറ്ററിൽ എൻ്റെ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മമ്മൂക്ക വരുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മമ്മൂക്ക എടുത്ത് ചോദിക്കാം. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോൾ റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ. മമ്മൂക്ക എന്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞാൻ പേടിച്ചു പോയി. ഭയങ്കര ആക്ടിങ് കണ്ടിട്ട്. ഇത്രയും ചെറിയ ആളെ ഇത്രയും വലിയ അഭിനയം വിനിയോഗിക്കുന്നു വിചാരിച്ചു. മമ്മൂക്ക ചത്ത പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടി ഇവരെല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം. എന്ത് തോന്നുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസം അത് കഴിഞ്ഞു, ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ഷൗക്കത്തിൻ്റെ ടൂറിൽ ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം. പിള്ളേർ സിനിമ പഠിച്ചു, ഒരാൾ ആക്ടിങ് പഠിച്ചു, ഒരാൾ ഡയറക്ഷൻ പഠിച്ചു, എങ്ങനെയും സിനിമയിലെത്തണം. ഞാൻ പറഞ്ഞു ഷൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പാടിയ പാടാൻ ഇവിടെ നിന്നുപോയി. അപ്പോൾ വേണോ അല്ല ഒരു പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് അറിയാത്ത പിള്ളേർക്ക് ജോലി ചെയ്യുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഷൗക്കത്തിന് അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെക്കാണെങ്കിലും മറ്റാളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരെ വേണ്ട ഇവരെ ഇടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അവർക്ക് സൗകര്യമുണ്ടോ, ഇയാൾക്ക് സൗകര്യമുണ്ടോ, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ചു. ആക്ടേഴ്സ്, ഈ ഡയറക്ടർ, ഞാൻ പറയും ഡയറക്ടർ എനിക്കറിയില്ല, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. എനിക്ക് ഒരു വിശ്രമം വേണ്ടി വന്നു. അപ്പം ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്തെ ഞാൻ വരണോ? അല്ല വരണം. ഞാൻ പറഞ്ഞ് ഇതിന് എല്ലാം എടുക്കാൻ പറ്റില്ല. അല്ല ഈ പടത്തിൻ്റെ ആദ്യം മുതലേ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വന്നില്ല. പിന്നെ ആൾക്കാർ ചോദിക്കും അതിനവിടെ പോയത്. അത് പിന്നെ എന്തു ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ കഥയുടെ ആദ്യം ഒന്നൊക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, എനിക്കിതിനെപ്പറ്റി വലിയ വഴിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. അത്ര ഉള്ളൂ സിനിമയിൽ. ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്
ഇയാൾ ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടുപോയി. ഉച്ചയ്ക്കാരാണ് എല്ലാവരും. അയാൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പം കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ഇത്തിരി കണക്ഷൻ പോയെന്ന് വരാം, പക്ഷേ അതങ്ങനെ കണ്ടാൽ കണക്റ്റ് ആവും. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസവും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശമില്ല, എൻതൂസിയാസമില്ല, എനർജിയില്ല, പേടി മാത്രമേ ഉണ്ടായിരുന്നു. രക്ഷപ്പെടുവോ, നന്നാവുമോ, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത്. പക്ഷേ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. അതുപോലെ ഈ ചങ്ങാതിയും ഈ വിശാഖ് എൻ്റെ നാളാണ്. വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ, ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. എനിക്കത് ജമ്പത്ത് പറ്റും. ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും പോയി ചെയ്തു തുടങ്ങിയത്, ഒരു 5-8 കൊല്ലം ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയില്ല. പക്ഷേ പിള്ളേർ സമ്മതിക്കും. ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി, ഇവരായിരുന്നു ഈ സിനിമയിലെ. അല്ല, ഇത് സത്യം പറയുന്നതാണ്. ഞാനിത് കള്ളത്തരം മരുന്നൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ്, പക്ഷേ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത്. അപ്പോൾ ഇവന്മാർ ഊതിയാൽ നമ്മൾ പറന്നുപോയി പോയില്ല. അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട്. ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പറയും. അത്രത്തോളം ഈ ഷൗക്കത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആശുപത്രി വന്നിട്ടില്ല. അതുകൊണ്ട് എന്നിടയ്ക്ക് സന്തോഷ് എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ടോ. സന്തോഷിൻ്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം. പിന്നെ പുള്ളി ഇപ്പോഴത്തെ ശബ്ദം കേൾക്കാൻ തോന്നിട്ട് കുറച്ചാളായിട്ട് വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. അന്ന് പക്ഷേ ഞാൻ പരിപാടി കാണുമായിരുന്നു. പിന്നെ ഇപ്പം സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്, സത്യമല്ലേ? പുള്ളി പടം എങ്ങനെയുണ്ട്? പുള്ളിയാണോ? സൂപ്പർ, പൊളിച്ചടുക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം. ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഞാൻ കിട്ടണം. ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ? ഹി വാസ് സോ എൻതൂസിയാസ്റ്റിക്. നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത്, നമ്മളിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമയിൽ, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ പറഞ്ഞു ചെയ്തു. അതെന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വം. ഇങ്ങനെയൊരു പരിപാടി